വർക്ക് ചെയ്യാണ്. കുറച്ചു കാലം ഗവൺമെന്റ് സർവീസിലും വർക്ക് ചെയ്തു. ഈ ഒരു ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 3-4 വർഷമായി. തികച്ചും പാർട്ട് ടൈം ആയിട്ടായിരുന്നു ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഫുൾ ടൈം കരിയറായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു ഫുൾ ടൈം കരിയറായിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാനുള്ള കാരണം ഏകദേശം ഒരു 10-39 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വർഷത്തെ അലോപ്പതി മേഖലയില് കണ്ടും കേട്ടും ഉള്ള ചില അറിവുകള് മനസ്സിൽ വന്നപ്പോ ആയുർവേദ താല്പര്യമുള്ള ഒരു ഫാമിലിയാണ് ഇപ്പൊ ഇവിടെ കുറ്റ്യാടിയിലും. ഞാൻ ശരിക്കൊരു എൻ്റെ ജന്മം കൊണ്ട് എൻ്റെ അമ്മയുടെ നാട്ടിലാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ വീട് മൊകേരിയാണ്. പപ്പു ഡോക്ടർ, മാധവൻ ഡോക്ടറൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മാവന്മാരാണ്. അവിടെ ജീവിത സാഹചര്യത്തിലെ ചില വ്യത്യാസങ്ങൾ കൊണ്ട് ഞാൻ ഇവിടെ കീഴരിയൂര് സ്ഥിരതാമസമാക്കിയതാണ്. അപ്പൊ ഈ ഒരു മേഖല, അലോപ്പതി മേഖലയെ പറ്റി പറയുമ്പോൾ ഞാൻ ഏത് ടീമിലാണ് കഴിഞ്ഞ ആഴ്ച, ഇപ്പൊ 1-2 ആഴ്ച ഞാൻ വ്യത്യസ്ത ടീമില് ഈ ഗസ്റ്റായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ പവിത്രൻ സാർ എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞ സമയത്താണ്, ഇന്നലെ മീറ്റിങ്ങിൽ ഖസാക്ക് സാറിന്റെ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞ സമയത്താണ് ഞാൻ അത് ഓക്കെ പറഞ്ഞത്. ഈ ഒരു മേഖലയിൽ ഞാൻ എത്തിപ്പെട്ടത് ഒരു കഫ് സിറപ്പ് ഉപയോഗിച്ചിട്ടാണ്. കഫ് സിറപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോ നമുക്ക് റീപ്രോഡക്റ്റ് ഓഫർ പർച്ചേസ് വീണ്ടും ഈ ഒരു മാസവും കൂടി നമുക്ക് കമ്പനി തന്നിട്ടുണ്ട്. റീപ്രോഡക്റ്റ് ഓഫർ പർച്ചേസ് 10,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് MRP 1000 രൂപ, DP 750 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. കമ്പനി മാക്സിമം നമ്മളെ സഹായിക്കുന്ന, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സഹായിക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ സാധാരണ ഒരു ഓർലിക്സോ അല്ലെങ്കിൽ ഒരു ബൂസ്റ്റോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് MRP കൊടുക്കണം. മാത്രമല്ല ബൂസ്റ്റിന്റെ കമ്പനിയൊന്നും നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് നമുക്ക് തരുന്നില്ല. എന്നാൽ ഇവിടെ ഒരു കസ്റ്റമറെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കുക എന്നുള്ളൊരു സംവിധാനമാണ് നമ്മുടെ ഈ ഒരു മേഖലയിലുള്ളത്. ഒരു കസ്റ്റമർ, ഒരു പേസ്റ്റ് വാങ്ങുന്ന ആളെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആക്കുക. അപ്പോ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന കൺസ്യൂമർ പ്രോഡക്റ്റ് ആയാലും അലോപ്പതി മരുന്നുകളായാലും എല്ലാം മനുഷ്യ ശരീരത്തിന് ഹാനികരമാവുന്ന രീതിയിൽ പാക്കിംഗ് ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. പക്ഷേ ശരീരത്തിന് ഹാനികരമായ കെമിക്കൽസുകളുടെയും അതുപോലെ മരുന്നുകളാണെങ്കിൽ ഇന്ന് മാർക്കറ്റിലും, മാത്രമല്ല ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും സ്റ്റിറോയിഡ്സ് പോലെയുള്ള സാധനങ്ങളാണ്. ഇപ്പോ ഞാൻ തന്നെ, എൻ്റെ വൈഫ് തന്നെ സ്റ്റിറോയിഡിന്റെ ഒരു ഉപയോഗത്തിലുള്ള ഒരു രക്തസാക്ഷിയാണ്. കാരണം സ്ഥിരമായിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം, രക്തസാക്ഷി ഞാൻ എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ മരുന്നിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ്. അതായത് മരുന്നിന്റെ പാർശ്വഫലങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ അലോപ്പതി മേഖലയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എതിർക്കേണ്ട ചില പ്രവണതകൾ ഉള്ളത് കൊണ്ടും, അത് അറിവുള്ള, അതിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അതിനെപ്പറ്റി പുറത്ത് സാധാരണക്കാരോട് പറയാൻ, അതിനെപ്പറ്റി മനസ്സിലാക്കിയ പഠിച്ച ആൾക്കാർക്ക് പറയാൻ പറ്റൂ എന്നുള്ളത് ഒരു ന്യൂനത അവിടെ കിടക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു മേഖലയെ പറ്റി പറയാൻ പറ്റില്ല. ഡോക്ടേഴ്സ്, നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഡോക്ടേഴ്സിനെ ഒരു ബിസിനസ്സായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട്. അലോപ്പതി മരുന്നിനെ പറ്റി പറയുമ്പോൾ സ്റ്റിറോയിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് ശരീരത്തിന് ഹാനികരമാണ്. ഇപ്പോൾ സ്റ്റിറോയിഡ്സിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ സിംറ്റമാറ്റിക് റിലീഫാണ്. അതായത് ഒരു രോഗത്തിനെ പെട്ടെന്ന് തന്നെ ആ ലക്ഷണങ്ങൾ കുറയ്ക്കും. ഇപ്പോൾ പനിക്ക് നമ്മൾ പാരാസിറ്റമോൾ ഉപയോഗിക്കുന്നുണ്ട്. പാരാസിറ്റമോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ ലിക്കറിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ആരോഗ്യത്തിന് ഹാനികരമാണ് മദ്യം ഉപയോഗം. അതുപോലെ തന്നെ പാരാസിറ്റമോളിന്റെ മുകളിൽ നമുക്ക് കാണാം ലിവറിന് തകരാറാണെന്നുള്ളത്. നമ്മളത് വളരെ ചെറിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറിയ അക്ഷരത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ പാരാസിറ്റമോളിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ വേറൊരു പ്രോഡക്റ്റ് ഇന്ന് MI ലൈഫ് സ്റ്റൈൽ ഇല്ലാത്ത ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ല. MI ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് ബിലോ 37 നമ്മളെ നോർമൽ പനിക്ക് ഉപയോഗിക്കുന്നതാണെന്നും അത് കഴിച്ചാൽ പനി കുറയുമെന്നും
നമ്മളെ MI ലൈഫ് സ്റ്റൈലിലുള്ള ആൾക്കാർക്ക് അറിയാമെങ്കിൽ മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പൊ ഇതിനൊരു പരസ്യവും ഇല്ല. അതുകൊണ്ട് ഒരു മാധ്യമങ്ങളും ഒരു പത്രങ്ങളും നമ്മളെ MLM കമ്പനികളെ, പ്രത്യേകിച്ച് നമ്മളെ കമ്പനീനെ ഒന്നും ഒരു മാധ്യമങ്ങളും എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. പരസ്യം കിട്ടാത്ത അവർക്ക് നിലനിൽപ്പ് പരസ്യമാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു റിസർച്ചില് ഈ പ്രത്യേകിച്ച് നമ്മുടെ കമ്പനിയൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു സർവേയില്, റിസർച്ച് അല്ല സർവേയില്, പിന്നെ നമ്മളെ ഈ വെൽനസ് പ്രോഡക്റ്റുകള് നമ്മൾ ആ മേഖലയിൽ വന്നപ്പോ, ആരോഗ്യ മേഖലയിൽ വന്നപ്പോ മറ്റ് അലോപ്പതി മരുന്നുകളുടെ ഉപയോഗം ഗണ്യമായി കുറഞ്ഞു എന്നുള്ളൊരു മരുന്ന് കമ്പനി നടത്തിയ സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ വെൽനസ്, ഏറ്റവും നല്ല വെൽനസ് പ്രോഡക്റ്റ് നമ്മളെ മാർക്കറ്റിൽ ഇന്ന് ലഭ്യമാണ്. അത് നമ്മുടെ കമ്പനിയിൽ 22ഓളം പ്രോഡക്റ്റുകൾ നമ്മളെ കമ്പനി വെൽനസ് ആയിട്ടുണ്ട്. അപ്പം വെൽനസ് എന്ന് പറയുമ്പോൾ നമുക്ക് രോഗം വരാത്ത അവസ്ഥയാണ്. നമ്മൾ രോഗം വരാത്തൊരവസ്ഥയിലേക്ക് ഫുഡ് സപ്ലിമെന്റ് കൊടുത്തിട്ട് ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുക എന്നുള്ളത് ഒരു കാര്യമായ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കും എനിക്കൊക്കെ ഉള്ളത്. രോഗം വരാത്തൊരവസ്ഥയിലേക്ക് ഒരു വെൽനസ് എന്നുള്ള ഞങ്ങൾ, നമ്മൾ എന്നുള്ള ആ ഒരു, ഇപ്പോൾ ഇന്നലെ ഒരു പ്രോഗ്രാം നടത്തിയത് നമ്മൾ നടത്തിയ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ എപ്പോഴും നമുക്ക് നമ്മൾ എന്നുള്ള ആ വാക്ക് ഉപയോഗിക്കാനുള്ള WELLNESS. അപ്പൊ വെൽനസ് എന്നുള്ള ആ ഒരു വാക്കിലേക്ക് ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്ന് മാറുന്ന സമയത്ത് നമുക്ക് വെൽനസിലേക്ക് പോകാം. എന്നാൽ ഞാൻ എന്ന ഭാവം നമ്മളെ രോഗികളാക്കുന്നു. ഈ രോഗാവസ്ഥയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പിന്നെ ക്യൂ കാണുന്നത് മഴക്കാലത്താണ്. അപ്പൊ മഴക്കാലത്ത് നമുക്ക് വരാവുന്ന അസുഖങ്ങള് ജലദോഷം, അതുപോലെ കഫക്കെട്ട്, പനി, ഇതൊക്കെ നമുക്ക് മഴക്കാല രോഗങ്ങളാണ്. അപ്പൊ ഈ മഴക്കാലത്ത് വരുന്ന രോഗങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ഫ്രീ പ്രോഡക്റ്റിലൂടെ വാങ്ങി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് കമ്പനി ഇപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കവചപ്രാശം. കവചപ്രാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കമ്പനികൾ ചവനമഹർഷിയുടെ പേരിലുള്ള ചവനപ്രാശം എന്നുള്ള ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണിത്. എന്നാൽ നമുക്ക് ഈ അലർജി ഉള്ള ഒരു കാലഘട്ടം, അതായത് ചെറിയൊരു മഴ കൊള്ളുമ്പോൾ അങ്ങനെയുള്ള തണുപ്പിലൊക്കെ നമുക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ, സ്വതവേ അലർജി ഉള്ള ആൾക്കാർക്ക് ഇതൊന്ന് കൂടും. നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് കൂടുതൽ ഓവറായിട്ട് ചൂടുണ്ടാവുന്ന സമയത്ത് പൊടി, അതുപോലെ പിന്നെ തണുപ്പ്, ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് നമുക്ക് അലർജി പ്രശ്നങ്ങൾ ഒന്നുകൂടി കൂടുന്നത്. അപ്പൊ ഇത് രോഗപ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കവചപ്രാശം എന്ന് പറയുന്നത്. നമ്മൾ ശരീരത്തിലെ ഒരു കവചം പോലെ സംരക്ഷിക്കുകയാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ ഇത് കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അലോപ്പതി മരുന്ന് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ആണ്. ആ കെമിക്കൽസ് നമ്മൾ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുന്നവരാണ് മനുഷ്യന്മാർ. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്ന സമയത്താണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ മുമ്പ് കാലത്ത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10, 40, 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ആയുസ് നോക്കുന്ന സമയത്ത് കേരളത്തിന് ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിലാണ് ആയുസ് കൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിലും, പക്ഷെ പഴയ കാലത്തെ ആ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ, ഇന്ന് ഇഷ്ടം പോലെ നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാർക്കറ്റിലും അതുപോലെ നമ്മുടെ വീടുകളിലും ലഭ്യമാണ്. അന്ന് പട്ടിണി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും 1, 2 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരോഗ്യം, കൂടുതൽ ആയുസ്സോടുകൂടി കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇന്ന് ഭക്ഷണം കൂടുതൽ ലഭ്യത വന്നതോടുകൂടി ഭക്ഷണത്തിന്റെ ഒരു അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന ഒരു ഭക്ഷണത്തിന്റെ ആധിക്യം മൂലമാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കിന്ന് വെളുത്ത അരി, അതായത് തവിടില്ലാത്ത അരിയുടെ ഉപയോഗവും അതുപോലെ തന്നെ എണ്ണകളുടെ ഉപയോഗമൊക്കെ നമ്മൾ ഈ ഒരു ഭക്ഷണത്തിന്റെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ ഭക്ഷണത്തിലൂടെ മാറ്റങ്ങൾ വന്നതോടുകൂടി രോഗങ്ങളും വർദ്ധിച്ചു. ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാവുന്ന ഒരു രോഗമാണ് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ തൈറോയിഡിന്റെ പ്രശ്നത്തിൽ നമുക്ക്
അലോപ്പതി മരുന്നിൽ തൈറോക്സിൻ സോഡിയാണ് പ്രധാനമായിട്ടും. കാർബാമസപ്പൈൻ, തൈറോക്സിൻ സോഡിയം ഈ 2 മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ മരുന്ന് നമ്മൾ കഴിക്കുകയാണ് ഇപ്പോൾ ബ്രാൻഡഡ് ആയിട്ട് വരുന്ന തൈറോനോം, എൽട്രോസിൻ എന്നുള്ള പേരിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് നമുക്ക് ഈ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെയായാലും കുറയ്ക്കാൻ പറ്റില്ല. അതായത് ആ ഒരു മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. തൈറോസിൻ സോഡിയം ആയാലും കാർബാമസപ്പൈൻ ആയാലും അത് ജീവിതകാലം മുഴുവൻ കഴിക്കണം. അത് കഴിക്കാതെ നമുക്ക് ഈ ഒരു തൈറോയിഡിന്റെ ഹൈപ്പോ തൈറോയിഡ്സ് ആയാലും ഹൈപ്പർ തൈറോയിഡ്സ് ആയാലും ഇത് രണ്ടായാലും നമുക്ക് മരുന്നുകൾ അലോപ്പതിയിൽ ഉണ്ടെങ്കിലും അത് ലൈഫ് ടൈം കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ നിന്ന് മാറിയിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ നമ്മൾ തൈ ഹെൽത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ 95 കൂടി കൊടുക്കുന്ന സമയത്ത് അപാര റിസൾട്ടാണ്. നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഈ തൈ ഹെൽത്ത് നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഈ തൈ ഹെൽത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അലോപ്പതി മരുന്ന് കൂടെ കഴിക്കാനാണ് പറയുന്നത്. ഒരിക്കലും നിർത്തരുത് എന്ന്. കാരണം എന്താന്ന് വെച്ചാൽ ഈ കെമിക്കൽസ് ശരീരത്തിലെത്തി ആ കെമിക്കലായിട്ട് പിന്നെ നമ്മളെ ശരീരം യോജിച്ചു പോകുന്ന സമയത്ത് പിന്നെ അത് പെട്ടെന്ന് നിർത്തുന്ന സമയത്തുള്ള ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അത് നിർത്താതെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് തൈ ഹെൽത്ത് കഴിക്കാനാ പറയുന്നത്. ഈ തൈ ഹെൽത്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്താണോ നമ്മള് ഈ തൈറോയ്ഡ് പ്രശ്നം ഉണ്ടാക്കിയത് അതെല്ലാം കുറച്ച് പരമാവധി ഒഴിവാക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. ഇപ്പോ ഇന്ന് ശരിക്ക് ഒരു പഠനങ്ങൾ പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അയഡൈസ്ഡ് ഉപ്പ് ഇറങ്ങിയതിന് ശേഷമാണെന്നാണ്. അപ്പോ ഒരു കമ്പനിയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പോലും നിലവില് ഉള്ള ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി പരമാവധി അവരെ മാർക്കറ്റിങ്ങിന് വേണ്ടി പുതിയ പുതിയ സാധനങ്ങൾ അയഡൈസ്ഡ് ഉപ്പ് എന്നുള്ള പേരിൽ വന്ന സമയത്താണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അയഡൈസ്ഡ് ഉപ്പ് ഒഴിവാക്കിയിട്ടുള്ള ഭക്ഷണം ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ തൈറോയിഡിന്റെ വേണ്ടി ശരിക്കും കെമിക്കൽസുകളൊന്നും അലോപ്പതി മരുന്ന് കെമിക്കൽസ് ആണല്ലോ അതൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ഉണ്ട്. അതായത് നമ്മളൊരു തോർത്ത് ഒരു 4 ഇഞ്ച് വീതിയോളം മടക്കിയിട്ട് നമ്മൾ ഈ ഒരു തണുപ്പ് കാലത്താണെങ്കിൽ അത് പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് കഴുത്തിന് ചുറ്റും ചുറ്റി ഒരു മണിക്കൂർ അതിന്റെ മുകളിൽ ഒരു തുണി കൂടി ചുറ്റിയിട്ട് ഒരു മണിക്കൂർ ഡെയിലി ഇരുന്നാല് നമ്മളെ ഈ ഒരു എൻഡോക്രൈൻ പ്രശ്നങ്ങൾ അതുപോലെ തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഹോർമോൺ ചേഞ്ച് ഒക്കെ നമുക്ക് വന്നിട്ട് നമുക്ക് നല്ലൊരു മരുന്നുകൾ ഉപയോഗിക്കാതെ തന്നെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു പഠനങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അപ്പോ മരുന്നുകളുടെ പരമാവധി ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ വെൽനസ് പ്രോഡക്റ്റിന്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ രോഗമുള്ള ആൾക്കാർക്ക് മാത്രമല്ല രോഗം ഇല്ല നമ്മൾ പലപ്പോഴും മീറ്റിങ്ങിലൊക്കെ പറയുന്നത് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ സുഖമായി അതുപോലെ തന്നെ പനി കുറഞ്ഞ് ഇങ്ങനെയുള്ളൊക്കെ ഇതൊക്കെ വരാതിരിക്കാനുള്ള പ്രോഡക്റ്റ് ആണ് എന്ന് പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല, മറന്നുപോവുകയാണ്. കാരണം നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ആൾക്കാരല്ല, നമ്മൾ ഫുഡ് സപ്ലിമെന്റിന്റെ ആൾക്കാരാണ്. അപ്പോൾ ഫുഡ് സപ്ലിമെന്റ് കഴിച്ചാൽ ഈ അസുഖങ്ങളിലൊക്കെ മാറാം എന്നുള്ള സാഹചര്യം നമുക്കുണ്ടാവുന്നത് നമ്മുടെ ഭക്ഷണ ശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. മുമ്പത്തെ പോലെയല്ല, ഒരുപാട് വീടുകളിൽ ഇഷ്ടം പോലെ ഭക്ഷണങ്ങളും ഇറച്ചിയും അതുപോലെ മീനും ഇതൊക്കെ വരുന്ന സമയത്ത് അത് ആവശ്യത്തിലധികം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് തൈറോയിഡിലെ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ഇനി കഫ് സിറപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സീസണിൽ പറയുന്ന സമയത്ത് കഫ് സിറപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ്സിന്റെ ഒരു ചില കാര്യങ്ങളിലൊക്കെ സ്റ്റിറോയിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആന്റി അലർജിക് പ്രോഡക്റ്റുകളൊക്കെ തന്നെ നമുക്ക് സെഡേഷൻ തരുന്നതാണ്, അതായത് മയക്കം തരുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിനറാമിൻ മാലിയേറ്റ്, പിന്നെ ക്ലോർഫിനോം മാലിയേറ്റ്, ഡെക്സ്ട്രോമെത്തോഫൻ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ സെഡേറ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിപ്രസന്റ് ആക്കിയിട്ട് നമ്മളെ ചുമയൊക്കെ കുറയ്ക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അലോപ്പതി മേഖലകളിൽ. അപ്പൊ ഞാൻ ഈ ഒരു മേഖലയിൽ എത്തിപ്പെട്ടത് കഫ് സിറപ്പിന്റെ അടുത്ത വീട്ടിലെ ലേഡി എൻ്റെ മകളുടെ കയ്യിൽ നിന്ന് കഫ് സിറപ്പ് വാങ്ങി ഉപയോഗിച്ചിട്ട് റിസൾട്ട് ആയത് ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ എത്തിയത്. മെഡിക്കൽ ഷോപ്പുകളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന ഒരു സമയമാണ് ഇത് കഫ് സിറപ്പ്. അപ്പൊ നമുക്ക് മാക്സിമം കഫ് സിറപ്പ് സൂക്ഷിച്ചാല് നമുക്ക് ഈ ഒരു കഫ് സിറപ്പായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അലോപ്പതി മരുന്നുകളുടെ പ്രത്യേകിച്ച് കഫ് സിറപ്പിന്റെ സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ പറയേണ്ടത്.
ആ സൈഡ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞാല് പിന്നെ ഈ പറഞ്ഞ മാതിരി തലവേദന, അതുപോലെ തലകറക്കം പോലെ ഉണ്ടാവും, നല്ല ഉറക്കണ്ടാവും, അമിതമായ ക്ഷീണം ഉണ്ടാവും. ഇതൊക്കെ ഒഴിവാക്കി എടുക്കുക. ഇതൊന്നും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളെ കയ്യിലുള്ളത് എന്നതാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റിംഗ് രംഗത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കവചപ്രാശം എന്ന് പറയുന്നത് നമുക്ക് രോഗം വരാതിരിക്കാനുള്ളതാണ്. അതുപോലെ ആശ്വാസ്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് സമാനമായിട്ട് നമുക്ക് കൊടുക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇന്ന് കഫക്കെട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അറിയാവുന്ന ആന്റിബയോട്ടിക് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അമോക്സിലിൻ പോലുള്ള പിന്നെ ആന്റിബയോട്ടിക്കുകൾ വാങ്ങി അല്ലെങ്കിൽ അവർ തന്നിട്ട് കഴിക്കുന്ന ഒരു സംവിധാനം ഇന്നുണ്ട്. അതായത് പലപ്പോഴും ഞങ്ങളടക്കം പലപ്പോഴും മെഡിക്കൽ ഷോപ്പിൽ വന്ന് കഫക്കെട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടോ ഒന്നും നോക്കാതെ അമോക്സിലിൻ പോലുള്ള ഗുളികകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പം ഗവൺമെന്റ് അതിന് ശക്തമായ നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ആന്റിബയോട്ടിക്കുകൾ ഒന്നും തന്നെ, അത് കഫക്കെട്ടായാലും ഇൻഫെക്ഷൻ ആയാലും ഒന്നും തന്നെ ആന്റിബയോട്ടിക് കൊടുക്കരുത് എന്നുള്ളൊരു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളെ രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഈ പ്രോഡക്റ്റ് ഒക്കെ കൊടുക്കുന്നത്. ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ശരീരത്തിൽ എത്തുന്ന സമയത്ത് നല്ല ബാക്ടീരിയ ഉണ്ട് നമ്മളെ വയറ്റിലൊക്കെ. കോടിക്കണക്കിന് ബാക്ടീരിയ ഉണ്ട്. ഈ നല്ല ബാക്ടീരിയനെ വേർതിരിച്ച് മാറ്റി നിർത്തിയിട്ട് മോശം ബാക്ടീരിയനെ മാത്രം നശിപ്പിക്കുന്ന ഒരു സംവിധാനം അല്ല ആന്റിബയോട്ടിക്. മൊത്തം ബാക്ടീരിയയെ നശിപ്പിക്കുന്ന ഒരു അലോപ്പതി മരുന്നാണ് ഈ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ശരീരത്തിൽ വയറ്റിൽ വേണ്ട നല്ല ബാക്ടീരിയകൾ നശിക്കും. അപ്പൊ അങ്ങനെ നശിക്കുന്ന സമയത്ത് പലപ്പോഴും ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ വായ്ക്ക് രുചിയില്ലായ്മ, അതുപോലെ തന്നെ വയറ് സ്തംഭനാവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ബാക്ടീരിയ നശിക്കുന്ന സമയത്ത് ഈ കുറെ കാലം സ്ഥിരമായിട്ട് ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്ന സമയത്ത് അതിനോട് പ്രതിരോധിച്ച് നിൽക്കാനുള്ള ശക്തി ഈ ബാക്ടീരിയ നേടിയെടുക്കും. പിന്നെ പിന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ ആന്റിബയോട്ടിക് ഇങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ ഒരു അവസരം ഈ ആന്റിബയോട്ടിക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടി വന്നാൽ അവിടെ പിന്നെ ഫലിക്കില്ല, ശരീരത്തിന് ഗുണം ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ആന്റിബയോട്ടിക്കുകളുടെ നിയന്ത്രണം ഡോക്ടർമാരോട് പോലും അനാവശ്യമായിട്ട്. ഒരു ചുമയുണ്ടെങ്കിൽ എൻ്റെ പേഷ്യന്റ് പെട്ടെന്ന് സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വരും, നല്ല ഡോക്ടറാന്നുള്ള അഭിപ്രായം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഒന്നും നോക്കാതെ ആന്റിബയോട്ടിക് എഴുതുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. ഇതിന് പരിഹാരം എന്ന നിലക്കാണ് നമ്മളെ ബിലോ 37, അതായത് പനി ആണല്ലോ, പനി, ചുമ, കഫക്കെട്ടൊക്കെ ആണല്ലോ നമ്മളെ ഈ ഒരു സീസണിൽ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ബിലോ 37ഉം അതുപോലെ തന്നെ ആയുശ്വാസവും കവചപ്രാശവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. മിനിമം ഒരു 2-3 ദിവസം കഴിക്കുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. സാധാരണയായിട്ട് ചൊല്ലുന്നുണ്ട് വൈറൽ ഫീവർ ആണെങ്കിൽ നമ്മൾ അതിന്റെ സെക്കൻഡറി ഇൻഫെക്ഷൻ ആവാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് ഈ കവചപ്രാശവും അതുപോലെ തന്നെ കഫ്നിൽ, ഇതൊക്കെ തന്നെ. ഈ വൈറൽ ഫീവർ വന്നാല് പനി വന്നാല് സാധാരണ പറയാറുണ്ട് ഗുളിക കഴിച്ചാൽ 7 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എന്നുള്ളത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ അതിന് ഒരു കളിയാക്കിക്കൊണ്ടുള്ള ഒരു വാക്കാണത്. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഈ സീസണിൽ ഉപയോഗിക്കുന്ന സമയത്ത് അലോപ്പതി മരുന്നിനെ ഒഴിവാക്കിയെടുക്കുക എന്നുള്ള ഒരു സമീപനമാണ് നമ്മളുടെ ഭാഗത്തുനിന്നുള്ളത്, നമ്മുടെ കമ്പനീന്റെ ഭാഗത്തുള്ളത്. അപ്പോൾ അലോപ്പതിയെ പറ്റി ഞാൻ പറഞ്ഞു, നല്ല ബാക്ടീരിയയെ നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ നല്ല ബാക്ടീരിയ നശിപ്പിക്കുന്ന സമയത്ത് ആ ബാക്ടീരിയ അവിടെ ഒരുപാട് ഡെഡ് ആവുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് പ്രോബയോട്ടിക്. പ്രോബയോട്ടിക് ഉണ്ട്, പ്രീബയോട്ടിക് ഉണ്ട്. ഇപ്പൊ പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകൾക്ക്, നിലവിലുള്ള ബാക്ടീരിയ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അടങ്ങുന്ന ഭക്ഷണങ്ങളുണ്ട്. ഇപ്പോ ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ പ്രീബയോട്ടിക്കിൽ പെടുന്ന ഭക്ഷണമാണ്. അതുപോലെ തന്നെ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, പ്രോബയോട്ടിക് G+ എന്ന് പറഞ്ഞത്. ഇത് കഴിക്കുന്ന സമയത്ത് നമ്മളെ വയറ്റിലുള്ള ശരീരമായിട്ടുള്ള നമ്മളെ ശരീരത്തിൽ ആവശ്യമുള്ള വയറ്റിലായാലും എവിടെ ആയാലും വായിലും എല്ലാം ഇഷ്ടം പോലെ ബാക്ടീരിയകളുണ്ട്, നല്ല ബാക്ടീരിയകളുണ്ട്. അപ്പോൾ അത് നശിക്കാതെ പിന്നെ അതിന്റെ ഗ്രോത്ത് ക്ലിയർ ആക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. വയറും നമ്മളെ മനസ്സായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടതാണ്. വയറ്റിനൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്കൊരു വഴിക്ക് പോകാനോ ഒരു ടെൻഷൻ ആയിരിക്കാന്ന്. അതുപോലെ ഈ വയറ്റിലെ ബാക്ടീരിയകൾ കുറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ആസ്മ, അതുപോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തലവേദന എന്ന് വേണ്ട, പിന്നെ നമ്മളെ വയറ്റിലെ വിരകളുടെ ശല്യം കൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നല്ല ബാക്ടീരിയ കുറയുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. പിന്നെ പിന്നെ ആ ഒരു പ്രോഡക്റ്റിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വയറ്റിൽ
അസിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് ലിവഗെയിൻ സിറപ്പ്, പിന്നെ അതുപോലെ തന്നെ ഇമ്മ്യൂണോ3 പ്ലസ് ക്യാപ്സ്യൂള്. ഇമ്മ്യൂണോ3 പ്ലസ് ഞാനിപ്പോ എൻ്റെ യാത്രക്കിടയ്ക്ക് ബസ് യാത്രക്കിടയ്ക്ക് ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ മാർക്കറ്റിങ്ങിലും താല്പര്യമില്ല, ഒരു കടലിൽ പോകുന്ന ഒരാളാണ്. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരാളെ എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടതൊക്കെ ഖസാഖ് സാർ പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ ഞാൻ ഇയാളായിട്ട് സംസാരിച്ചപ്പോൾ ഇയാൾ ഈ ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ അയാളോട് സംസാരിച്ച ഒരു ഗുളിക പോലും ഏതെങ്കിലും ഒരു ഗുളിക പോലും കഴിക്കാത്ത ഒരാൾക്കാരെ നമുക്കിന്ന് കാണാൻ പ്രയാസം. പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തില് പിന്നെ ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന അലോപ്പതിയിൽ ചെയ്യുന്ന ഗുളികകളാണ് വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇന്ന് ജീവിതശൈലി രോഗങ്ങളിൽ പിന്നെ നമ്മളെ വയറിനെ ബാധിക്കുന്ന ഗ്യാസ്, ആസിഡിറ്റി അതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. കാരണം എന്താ വെച്ചാല് നമ്മൾ പുറത്തുനിന്നാണ് അധികം ഭക്ഷണം. ഇനി വീടുകളിൽ തന്നെ അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അലൂമിനിയം ഓക്സൈഡ് പോലെയുള്ള സാധനങ്ങൾ ആ ഭക്ഷണത്തിൽ ഉണ്ടാവും. അപ്പൊ നമ്മള് പുളി ഉപയോഗിക്കുമ്പോൾ ടാർട്ടാറിക് ആസിഡ്, ഈ ടാർട്ടാറിക് ആസിഡ് ഈ അലൂമിനിയമായിട്ട് പ്രവർത്തിച്ച് കെമിക്കൽസ് ഉണ്ടാവുന്നുണ്ട്. നമ്മളെ വീടുകളിലൊക്കെ ഇപ്പം ജനങ്ങൾ കുറച്ചുകൂടി ബോധവാന്മാരായതുകൊണ്ട് അലൂമിനിയം പാത്രങ്ങളാണ് അധികം ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന അലൂമിനിയം പിന്നെ സ്റ്റീലിന്റെ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്ന് അലൂമിനിയം ഒഴിവാക്കി സ്റ്റീൽ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നത് ഒറിജിനൽ സ്റ്റീൽ അല്ല, സ്റ്റീലിലും ഡ്യൂപ്ലിക്കേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഒറിജിനൽ സ്റ്റീലിന്റെ ഒരു ഗ്ലാസ്സിന് ഒരു 200 രൂപ 250 രൂപയും കൊടുക്കണം. അപ്പൊ മൊത്തത്തില് നമ്മള് മായം കലർന്നിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങളാണ് മാർക്കറ്റിൽ പാത്രങ്ങളായാലും ഭക്ഷണങ്ങളായാലും ഒക്കെ വരുന്നത്. ഇപ്പം പുറത്ത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന മുഴുവൻ എന്താണ് അലൂമിനിയം പാത്രങ്ങളാണ്. അപ്പൊ അലൂമിനിയം പാത്രങ്ങളുടെ ഉപയോഗം കൊണ്ട് നമ്മൾ വയറ് സ്തംഭനാവസ്ഥ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ അസിഡിറ്റി പ്രശ്നങ്ങളും ഗ്യാസിന്റെ പ്രശ്നങ്ങളും ഒക്കെ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചെലവാകുന്ന ഗുളികകളാണ് ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ഓമിപ്രസോൾ എന്ന് പറഞ്ഞത്. ഓമിപ്രസോൾ, ഡോംബിറിഡോൺ, അതുപോലെ തന്നെ പിന്നെ എസോമിപ്രസോൾ അതിന്റെ ഒരു ഡെറിവേഷൻ ആണ്. അതുപോലെ തന്നെ പാൻഡോപ്രസോൾ, റാബിപ്രസോൾ, ഇങ്ങനെയുള്ള ഗ്യാസിന്റെ ഗുളികകൾ. അപ്പോൾ ഈ ഒരു യാത്രക്കിടയ്ക്ക് ഞാൻ ഈ ഒരു വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന്. കാരണം എന്താ വെച്ചാൽ ഇത് ഉണ്ടാവും എന്നുള്ള ഉറപ്പാ. 100 ആളെ എടുത്താൽ ഒരു 95 ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ അദ്ദേഹം പറഞ്ഞു അതുണ്ട് എന്ന് പറഞ്ഞു. എന്നോട് ഒരു കെട്ടുള്ള ഗുളികയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ് നമുക്ക് അസലായിട്ട് ഒരു നല്ലൊരു സിറപ്പ് ഉണ്ട്, ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, നിങ്ങൾ കഴിച്ചാല് മറ്റേ ഒമിപ്രസോൾ എന്ന് പറഞ്ഞ ഗുളിക കഴിച്ചാൽ ഭയങ്കര ക്ഷീണമായിരിക്കും, അതിന് ശോധനക്കുറവ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയുന്ന എനിക്ക് അയച്ച ഒരു ബോട്ടിൽ വേണം. അപ്പൊ നമ്മള് പെട്ടെന്ന് നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ഒരു ബോട്ടിലും കൊടുക്കും, ശരി അതിന്റെ ലാഭം കിട്ടിയിരുന്നു. പക്ഷെ നമ്മൾ ഒന്നുകൂടി അത് മിനിമം ഒരു 3 ബോട്ടിലെങ്കിലും കഴിച്ച് ഒരു മാസത്തേക്ക് കഴിച്ചാലാണ് നിങ്ങൾക്ക് അതിന്റെ ശരിയായ റിസൾട്ട് കിട്ടും എന്നുള്ളത് നമ്മളത് പറയണം. കാരണം എന്താ വെച്ചാൽ ഒരു ബോട്ടിൽ കഴിച്ചാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് റിസൾട്ട് വന്നു വരില്ല. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് ബോധ്യപ്പെടുത്തി. അപ്പൊ എന്നോട് തൽക്കാലം ഒന്ന് വാങ്ങിയിട്ട് അത് തീർന്നിട്ട് ഞാൻ വിളിക്കാം, പൈസ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒന്ന് കൊടുത്തു. അപ്പോൾ ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ 3 എണ്ണം കഴിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് നല്ല വ്യത്യാസം വന്നു. അപ്പൊ ഞാൻ സാധാരണയായിട്ട് കാറിന്റെ ഡിക്കിയിലാണ് ഈ പ്രോഡക്റ്റ് ഒക്കെ വെക്കുക. അപ്പോൾ കൊയിലാണ്ടി പിന്നെ നമ്മൾ പാലത്തിന്റെ താഴെ പിന്നെ മേൽപ്പാലത്തിന്റെ താഴെ വണ്ടി വെച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ആ ഒരു സ്ഥലത്തേക്ക് വിളിച്ച സമയത്ത് എൻ്റെ കയ്യിൽ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. ഇമ്മ്യൂണോ3 പ്ലസ് ഞാൻ കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്. ഞാൻ ഈ വണ്ടിയുടെ ഡിക്കി തുറന്ന സമയത്ത് എന്നോട് അദ്ദേഹം ചോദിച്ചു, ഇതൊരു മെഡിക്കൽ ഷോപ്പ് തന്നെയാണല്ലോ എന്നാ ചോദിച്ചത്. കാരണം എന്താ വെച്ചാൽ അതിൽ ഇഷ്ടംപോലെ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോ നമ്മളെ ഒരു കാറ് നമ്മളെ അടുത്തുണ്ടാകുമ്പോൾ അത് നമ്മളെ ഓഫീസ്, അത് നമ്മളെ ഷോപ്പ്, ഇതൊക്കെ തന്നെയാണത്. അപ്പൊ അവിടുന്ന് ഞാൻ ഈ ഒരു ഇമ്മ്യൂണോ3 പ്ലസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക്, അയാൾ കണ്ണട വെച്ചൊരു വ്യക്തിയാണ്, ഇത് നിങ്ങൾക്ക് കഴിക്കുന്ന സമയത്ത് ഈ ലിവഗെയിൻ സിറപ്പ് കൂടെ ഇത് കഴിക്കുന്ന സമയത്ത് ഡബിൾ എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. കുറച്ചുകൂടി ലിവഗെയിൻ സിറപ്പിന്റെ റിസൾട്ട് ഒന്നുകൂടി ബൂസ്റ്റ് ആവും. അതുകൊണ്ട് ഇതും കൂടിയും കഴിച്ചോളൂ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് കണ്ണിന്റെ കാഴ്ചയ്ക്കും നല്ലതാണ്, കാഴ്ചശക്തി കുറയാതിരിക്കാനും അതുപോലെ തന്നെ നിലവിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയും, എന്നാ പിന്നെ അതും കൂടിയും കിടക്കട്ടെ എന്ന് പറഞ്ഞു.
അങ്ങനെ അദ്ദേഹത്തിന്റെ സ്ഥിരം കസ്റ്റമറായി. ഒരു പരിചയമില്ലാത്ത ഒരാളെ നമുക്ക് പരിചയത്തിലൂടെ നമുക്കൊരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് അത് വീണ്ടും അത് കസ്റ്റമറായി. പിന്നെ അദ്ദേഹം പല സാധനങ്ങളും എൻ്റെ അടുത്ത് നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്നുണ്ട്. പക്ഷെ ഐഡിയ അടിക്കാൻ തയ്യാറായില്ലെങ്കിലും ഇങ്ങനെ ഒരു കൺസ്യൂമർ ആക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റുകളാണ് നമ്മളെ കയ്യിലുള്ളത്. ഇപ്പോ പേസ്റ്റ് ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാല് എല്ലാം കെമിക്കൽസാ. സെൻസോഡൈനൊക്കെ കെമിക്കൽസ്. അതിൽ തന്നെ പറയുന്നുണ്ട്, ഇഫ് എനി ഡെന്റൽ ഡിക്കേയിങ് ഹാപ്പൻസ് കൺസൾട്ട് യുവർ ഡെന്റിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും കെമിക്കലുകളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പേസ്റ്റ് എനിക്ക് എന്താ പറയണ്ടേ, വലിയൊരു പിന്നെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ വലിയൊരു താല്പര്യം എന്നിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പേസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമുക്ക് ഞങ്ങൾക്കൊക്കെ മെഡിക്കൽ ഷോപ്പിൽ ഇഷ്ടം പോലെ ഡെന്റിസ്റ്റിന്റെ കേസ് വരും, ഇഷ്ടം പോലെ വരും. കാരണം പല്ലുവേദന, ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് പല്ലുവേദനന്റെ ആൾക്കാരായിട്ട് വരുന്നത് പിന്നെ വയറിന്റെ പ്രശ്നങ്ങളും കൂടിയാണ്. അപ്പോ നമുക്ക് ഒരു ഭാഗത്തുനിന്ന് അലോപ്പതി മരുന്ന് കഴിക്കുന്ന സമയത്ത് അലോപ്പതി മേഖലയിൽ ഒരു വ്യവസായം പോലെ വളരുന്ന സമയത്ത് ഇവിടെ നമ്മളെ പ്രോഡക്റ്റിന്റെ സാധ്യത കൂടുക ചെയ്യുന്നത്. ഇപ്പോ പല്ലുവേദന വന്നാൽ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് അമോക്സിസിലിൻ എന്ന് പറയുന്നത്. അമോക്സിസിലിൻ എന്ന് പറഞ്ഞ ക്യാപ്സ്യൂള് നമ്മൾ കഫക്കെട്ടിനും കൊടുക്കും. അതായത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന എല്ലാവിധ ഇൻഫെക്ഷനും, വായു ഉൾപ്പെടെയുള്ള എല്ലാവിധ ഇൻഫെക്ഷനും അമോക്സിലിൻ കൊടുക്കും. അമോക്സിലിൻ കൊടുക്കുന്ന സമയത്ത് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ പല ഡോക്ടേഴ്സും അമോക്സിലിനാണ് അധികം എഴുതുക. ആംബിസിലിൻ ഒരു കാലത്ത് കണ്ടമാനം എഴുതിയിരുന്നു, പക്ഷെ അമോക്സിലിനാണ് എഴുതുക. അമോക്സിലിൻ എഴുതാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കൾച്ചർ ചെയ്യും, ബാക്ടീരിയന്റെ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ നമ്മൾ 2 ടൈപ്പ് ബാക്ടീരിയ ഉണ്ട്. പക്ഷെ ഈ അമോക്സിലിൻ എന്ന് പറയുന്ന സാധനം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്കും ബാക്ടീരിയയെ നശിപ്പിക്കുന്ന സാധനമാണ്. രണ്ടിനും പറ്റും. അപ്പൊ ഏത് തരം ബാക്ടീരിയ ആയാലും അത് പിന്നെ നശിപ്പിച്ച് ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡെന്റിസ്റ്റുകളൊക്കെ അധികം ഈ അമോക്സിലിൻ എഴുതുന്നത്. അമോക്സിലിൻ നമുക്ക് കാണാം അതില്. ഇപ്പൊ മോക്സ് അതുപോലെയുള്ള സാധനങ്ങൾ കാണാം. അതിന്റെ കൂടെ അനറോബിക് ഇൻഫെക്ഷൻ എന്ന് പറയും, മെട്രോണോഡാസോൾ എന്ന് പറഞ്ഞ സാധന. ഇത് അപ്പൊ അമോക്സിലിൻ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് വയറ് കംപ്ലൈന്റ് ആവും. ഇനി മെട്രോണോഡാസോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട്. ഇത് അനറോബിക് ഇൻഫെക്ഷൻ, ആ വായിലെ ഇൻഫെക്ഷൻ ഉള്ളതാണ്. അതിനാൽ തന്നെ അതിന്റെ പിന്നെ സൈഡ് എഫക്റ്റ് നമ്മൾ നോക്കിയാൽ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് അത് ഏതിനെ ബാധിക്കുക, ലിവറിനെയാണ് അത് ബാധിക്കുക. എല്ലാ മരുന്നും അമോക്സിലിൻ ലിവറിനെ തന്നെയാണ്. കാരണം പവർ സ്റ്റേഷൻ ആണ്, അവിടെയാണ് എല്ലാ സാധനം എത്തുക. അപ്പോ ഈ മെട്രോണോഡാസോൾ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഒന്ന് അത് എഴുതും. അപ്പൊ അമോക്സിലിൻ, മെട്രോണോഡാസോൾ, പിന്നെ പൈറോസിക്ക എന്ന് പറഞ്ഞ ഒരു പെയിൻ കില്ലർ എഴുതും. പെയിൻ കില്ലർ, അതായത് നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, അതായത് NSAID എന്ന് പറയും. നോൺ സ്റ്റിറോയിഡൽ ആന്റി NSAID, നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. ഇതിൽ പെട്ടതാണ് ഒരുവിധം എല്ലാ ഐബുപ്രൂഫൻ ആയാലും പാരാസിറ്റമോൾ ആയാലും അതുപോലെ ഡൈക്ലോഫെനാക് ആയാലും ഇതെല്ലാം ഇതിനാണ് ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട. അപ്പൊ ഇത് ശരീരത്തിൽ ചെല്ലുന്ന സമയത്ത് പനിക്കായാലും വേദനയ്ക്കായാലും മുട്ടുവേദനയ്ക്കായാലും ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് ലിവറിലേക്ക് ചെല്ലും. അപ്പൊ ലിവറിന് പ്രശ്നം വരും. അപ്പൊ അവിടെയും ലിവേഗൻ സിറപ്പ് നമുക്ക് ഗുണം ചെയ്യും, ഇത് കഴിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ. പിന്നെ ലിവറിന് പ്രശ്നം ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പെയിൻ കില്ലർ, നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഉപയോഗിച്ച ആൾക്കാരാണ് കിഡ്നി പ്രോബ്ലം വരുന്നത്. അപ്പോ മൊത്തത്തില് ഈ എല്ലാ അവയവങ്ങളെയും തകർക്കുന്ന കെമിക്കൽസുകളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വയറ്റിൽ പ്രശ്നം വന്ന്, കിഡ്നി പ്രോബ്ലം വന്ന്, അതുപോലത്തെ മുട്ടുവേദന, കൈകാൽ വേദന പ്രശ്നങ്ങളൊക്കെ വന്നു, തേയ്മാനം വന്നു, സ്റ്റിറോയിഡിന്റെ ഭാഗമായിട്ട് തേയ്മാനം വന്നു, പിന്നെ ഫാറ്റി ലിവറായി. അപ്പൊ ഇങ്ങനെയുള്ള കെമിക്കൽസ് ചെല്ലുന്നതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് കപ്പ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണം, പിന്നെ അരി ഭക്ഷണം, അതായത് നാരുകളില്ലാത്ത തവിടുകളില്ലാത്ത അരി ഭക്ഷണം, ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതും കൂടി അങ്ങ് ചെല്ലുന്ന സമയത്ത് ലിവർ ഒന്നുകൂടി ഫാറ്റി ലിവറിലേക്ക് കടക്കുന്നു. അപ്പം നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുന്ന അലോപ്പതി മരുന്ന് ഉപയോഗിക്കുന്നതിന്റെ ഫാറ്റി ലിവർ കൂടാതെ സാധ്യത കൂടാതെ ഭക്ഷണവും കൂടി അങ്ങോട്ട് ചെല്ലുന്ന സമയം ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യുന്നു, ഏത് ഫാറ്റി ലിവറിലേക്ക്. അങ്ങനെ ഏതൊരാൾ നോക്കുകയാണെങ്കിലും എന്താണ്, ഫാറ്റി ലിവർ ആയിരിക്കും. അപ്പൊ ഇനി പേസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ പേസ്റ്റ് പിന്നെ പേസ്റ്റ് ഉപയോഗിക്കുന്ന, അതായത് സെൻസോഡൈൻ ആയാലും കോൾഗേറ്റ് ആയാലും ഇത് ഉപയോഗിച്ചിട്ട് പല്ലിന് തേയ്മാനം വന്ന് ആ പിന്നെ പല്ലിന്റെ കേട് മാറാത്ത പേഷ്യന്റ് ആണ് എൻ്റെ അടുത്ത്
വന്ന ആള് ഏത് ഒരു ലേഡി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ അമോസിലിൻ, മെട്രോഡസോൾ, പൈറോസിക്കാം ഇത് ആദ്യത്തെ 1 മാസം കഴിച്ച് 2ാമത്തെ മാസം ഡോക്ടർ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ആന്റിബയോട്ടിക് ഒന്നുകൂടി മാറ്റി എന്ത് ചെയ്യും, അമോസ് ക്ലാവാക്കി, ക്ലാവിനിക് ആസിഡും കൂടി ചേർത്ത ഒരു അമോസ് ക്ലാവാക്കി, എന്നിട്ട് ബാക്കിയുള്ള മരുന്ന് 1 മാസം കൊടുത്ത് 3ാമത്തെ പ്രാവശ്യം വീണ്ടും ആന്റിബയോട്ടിക് മാറ്റി സെഫിറോക്സിൻ എന്ന് പറഞ്ഞ ഒരു ക്യാപ്സ്യൂളാണ് എഴുതി. പിന്നെ ബാക്കിയുള്ള വേദനന്റെ. അപ്പോൾ ഇത് കൊയിലാണ്ടി തക്കാര എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ലേഡി. എനിക്കൊരു മുൻപരിചയമൊന്നുമില്ല. അങ്ങനെ അവിടെ വന്നപ്പോൾ ഞാനിത് ഈ മരുന്നുകൾ എടുത്ത് 3 ദിവസത്തേക്ക് 600 രൂപയാണ് വേണ്ടത്. അപ്പൊ എന്നോട് അതിന് പൈസയൊന്നുമില്ല, ഒരു 200 രൂപ കണക്കാക്കി എടുത്തു തന്നു. അങ്ങനെ ഒരു ദിവസത്തേക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്ത്, കൂടാതെ അന്ന് തുടക്കത്തിലാണ് ഈ ഒരു മേഖലയിൽ വന്ന ഉടനെ ഞാനൊരു പേസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ്, ഇത് നല്ല പേസ്റ്റാണ്, നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്ത് ഉള്ളിൽ എവിടെയാണോ വേദന അവിടെ തേച്ച് പിടിപ്പിക്കുക, 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യുക, എന്നിട്ട് തുപ്പിക്കളയുക, കുറച്ച് വയറ്റിൽ അങ്ങനെ പോയാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് സ്ഥിരമായിട്ട് 2 നേരം പല്ലും തേക്കുക. ഇത് വേദനയ്ക്ക് ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ പേസ്റ്റും കൊടുക്കും. അങ്ങനെ അവർ പേസ്റ്റും വാങ്ങി. ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവര് ചിരിച്ചോണ്ടുണ്ട് വരുന്നത്. അപ്പൊ ചിരിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് പ്രശ്നം, ഉള്ളിലൊരു ആകാംക്ഷയുണ്ട് എന്താണെന്നുള്ളത്. അപ്പൊ അവര് എന്നോട് ചോദിച്ചു, നിങ്ങളെ ഗുളിക തിരിച്ചെടുക്കുമെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, 1 ദിവസത്തേക്കല്ലേ, 3 ദിവസത്തേക്ക് വാങ്ങിയ ഗുളികയല്ലേ, അത് നിങ്ങൾ 1 ദിവസം പോലും കഴിച്ചില്ലേ എന്ന് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞെന്താന്ന് പറഞ്ഞാല്, ഈ നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്തപ്പോൾ 3 മാസമായി ഞാൻ അനുഭവിക്കുന്ന വേദന വെറും 4 ദിവസം കൊണ്ട് മാറി, ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ അലോപ്പതി കഴിച്ചില്ല, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തതുകൊണ്ട് വയറിന്റെ കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞു. അപ്പോ എന്ത് ചെയ്യുന്ന, അന്ന് നമുക്ക് മാർക്കറ്റിൽ പ്രോബയോട്ടിക് വന്നിട്ടില്ല. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സ് ഇങ്ങനെ അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക്കുകൾ ഇതൊക്കെ എഴുതിക്കുന്നത്. അപ്പോൾ ഈ ലേഡി പറഞ്ഞതാണ് എന്നെ വളരെയധികം പ്രചോദനം ഉണ്ടായത് എനിക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ. അതായത് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ എനിക്ക് ദൈവത്തിന് തുല്യമായ ഒരു മനുഷ്യനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 3 മാസമായി ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ എനിക്ക് സുഖകരമായി ഒരു പ്രശ്നമില്ല, ഉറക്കമുണ്ട്. നല്ലൊരു നല്ലൊരു മോട്ടിവേഷനാണ് ആ ഒരു വാക്കുകളിലൂടെ എനിക്കും കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കാനുള്ള ഒരു പ്രേരണ എൻ്റെ മനസ്സിലുണ്ടായത്. അപ്പൊ അവര് കെയർ ഓഫിൽ ഇഷ്ടം പോലെ പേസ്റ്റ് നമുക്ക് ഓർഡർ കിട്ടുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഏതൊരു അലോപ്പതി ആയാലും അത് പേസ്റ്റ് ആയാലും, ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ടൈലറാണ് രാമകൃഷ്ണൻ. ഞാൻ പറഞ്ഞ്, രാമകൃഷ്ണൻ നല്ല പേസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ ഉപയോഗിച്ച് നോക്കുന്നത്, എൻ്റെ മോനെ പറയണ്ട, ഞാനിപ്പം പേസ്റ്റ് നിർത്തിയെന്നാണ്. അതെന്താ വെച്ചാല് കോൾഗേറ്റ് ആണ് ഉപയോഗിച്ചത്. കോൾഗേറ്റ് ഉപയോഗിച്ച് അവസാനം എൻ്റെ മുഖം അപ്പടി വീങ്ങി തടിച്ചു ചെയ്യുന്നത്. അപ്പോ ഇതൊക്കെ കെമിക്കൽസ് ആണ്. ഞാൻ ചോദിക്കട്ടെ, കോൾഗേറ്റ് കമ്പനിയാണ് പെയിൻ ഔട്ട് ജെൽ ഇറക്കുന്നത്. പെയിൻ ഔട്ട് ജെൽ എന്ന് പറഞ്ഞ ജെൽ ഇറക്കുന്നുണ്ട് കോൾഗേറ്റ് കമ്പനി. അങ്ങനെയാണെങ്കിൽ കോൾഗേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ജെല്ലും വേദനയ്ക്ക് ഒരു ജെല്ലും ഇറക്കുന്നില്ല. അതേ സ്ഥാനത്ത് കോൾഗേറ്റ് ഉപയോഗിച്ചിട്ട് വേദന മാറിയെങ്കിൽ അതേ കമ്പനി പെയിൻ ഔട്ട് ജെൽ ഇറക്കേണ്ട ആവശ്യമില്ല. പല്ലിന് കേടുവരില്ലെങ്കിൽ പെയിൻ ഔട്ട് ജെൽ ഇറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഇന്നത്തെ മാർക്കറ്റിംഗ് മുഴുവനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, അലോപ്പതി മരുന്നുകളുടെ ഉപയോഗമാണ് നമ്മൾ ഇന്ന് ഈ എല്ലാവിധ, അതായത് ഒരു മരുന്ന് പോലും നമ്മൾ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതില്ല. ഇപ്പൊ നമ്മളെ സൈക്യാട്രിക് ഡ്രഗ്, മനസ്സ് എന്ന് പറയുന്നത് എവിടെയാ? പലപ്പോഴും മനസ്സ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട തലച്ചോറിലാന്നാ. പക്ഷെ ഒരു കോൺഷ്യസ്നെസ് എന്നുള്ള ഒരു അവസ്ഥയാണ് മനസ്സ് എന്ന് പറയുന്നത്. നമ്മളെ സൈക്യാട്രിക് ഡ്രഗ്സ് മുഴുവൻ നമ്മളെ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അതായത് അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ തലച്ചോറിൽ ഒരുപാട് നല്ല നല്ല കോശങ്ങളുള്ള നശിക്കലുണ്ട്. അൽഷിമേഴ്സ് പോലെയുള്ള അസുഖങ്ങൾ പിന്നെ പ്രായമാവുന്ന വരുമ്പോൾ കുറേയൊക്കെ ഈ സൈക്യാട്രിക് ഡ്രഗുകളുടെ ഉപയോഗം അതിന് കാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് നമുക്ക് ഈ ഒരു ഇപ്പോൾ ഉറക്കില്ലാത്തൊരവസ്ഥയാണ് സാധാരണ വരിക. ഉറക്കില്ലാത്തൊരവസ്ഥയാണ് ആദ്യം സൈക്യാട്രിക് പ്രശ്നത്തിന് തുടക്കമായിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ക്ലോണാസിപ്പാം എന്ന് പറഞ്ഞൊരു ഗുളിക എൻ്റെ ടീമിൽ യാസർ സൈക്യാട്രിക് ഡ്രഗ്സ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഈ സൈക്യാട്രിക് ഡ്രഗ്സ് മുഴുവൻ. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, യാസർ സാറ്. അപ്പൊ യാസർ സാറ് അവിടെ മെഡിക്കൽ ഷോപ്പിൽ എന്നോട് പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ വരണം, പിന്നെ അവിടെ സ്ഥിരമായിട്ട് നമ്മൾ ക്ലോണാസിപ്പോ വൈഫിന് വേണ്ടി വാങ്ങുന്ന ഒരാളുണ്ട്, നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ടൗണിൽ പോയ സമയത്ത് മൂപ്പരായിട്ട് സംസാരിച്ച സമയത്ത് സ്ഥിരമായിട്ട് ഈ പിന്നെ ഉറക്കില്ലാത്തതുകൊണ്ട് ഈ ഗുളിക കൊടുക്കുക. ഈ ക്ലോണാസിപ്പം എന്ന് പറഞ്ഞ ഈ ഗുളിക, അത് ഡൈസിപ്പം
ലോറാസിപ്പാം, ക്ലോണാസിപ്പാം എന്ന് പറഞ്ഞ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അൽപ്രാസോളം എന്ന് പറഞ്ഞ ഒരുപാട് ടൈപ്പ് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ വീണ്ടും അത് ഒരു അടിമ പോലെയായി മാറി ആ മരുന്നിന്റെ. അപ്പോൾ ഞാൻ നമ്മളെ കയ്യിലുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈറ്റ് സ്ട്രെസ്സാ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഫൈറ്റ് സ്ട്രെസ് കൊടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അയാൾ സ്ഥിരമായിട്ട് ഫൈറ്റ് സ്ട്രെസ്സിന്റെ ക്യാപ്സൂൾ കഴിക്കാൻ തുടങ്ങി. ഇവിടെ ഞാൻ പറയുന്നത് ഫൈറ്റ് സ്ട്രെസ് എല്ലാവരും കഴിക്കണം എന്നാണ്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും കഴിക്കണം. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ട്. ചില സമയത്ത് നമ്മൾ മാർക്കറ്റിൽ പോയാൽ അന്ന് ചിലപ്പോൾ ഒന്നും സെയിൽ നടന്നില്ല എന്ന് വരും. പിന്നെ നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയാണ്. കാരണം എന്താ വെച്ചാൽ പണ്ടുള്ള കാലത്ത് നമുക്ക് വീടുകളിൽ കാരണവന്മാരും അമ്മമ്മമാരും അച്ചാച്ചന്മാരും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് അവര് സോൾവ് ചെയ്യും. ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അത് ദിവസങ്ങളോളം മാസങ്ങളോളം നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്കത് നല്ല ഒരു വ്യത്യാസം ഉണ്ടാവും ഈ ഫൈറ്റ് സ്ട്രെസ് കഴിക്കുന്ന സമയത്ത്. ഇപ്പൊ ഞാന് തുടക്കത്തില് ഫൈറ്റ് സ്ട്രെസ് പിന്നെ നമുക്കൊന്ന് ഉപയോഗിക്കണമല്ലോ. അപ്പൊ ഞാൻ പറയല്ലോ, യൂസ് ദ പ്രോഡക്റ്റ്, റെക്കമെൻഡ് ദ പ്രോഡക്റ്റ്. അതിന്റെ കൂടെ ഞാൻ ലവ് ദ പ്രോഡക്റ്റും കൂടി ഉപയോഗിക്കും. കാരണം ഞാൻ അത്ര ഈ പ്രോഡക്റ്റിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് അലോപ്പതി ഒരു വിഷമാണ്. അത് അലോപ്പതി മരുന്ന് സമയത്തിന് കഴിക്കുമ്പോൾ അത് മരുന്നാണെന്നുള്ളൂ, അല്ലെ വിഷമാണെന്നാ പറയാ. അപ്പൊ ഞാൻ ഈ പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചതാ. അതായത് സൈക്ലോവി പിന്നെ വുമൺ കമ്പാനിയനും ഒഴിവാക്കിയിട്ടുള്ള, ലേഡീസിന് മാത്രം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഒഴിവാക്കിയിട്ട് എല്ലാ പ്രോഡക്റ്റും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപേന്റെ പ്രോഡക്റ്റ് ഞാൻ കഴിച്ചു. അത് റെഡി ക്യാഷ് എടുത്തിട്ട് കഴിച്ചതൊന്നുമല്ല. ഞാൻ വിൽക്കും, അതിൽ നിന്ന് ലാഭത്തിൽ നിന്ന് ഞാൻ കഴിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കോൺഫിഡൻസോടുകൂടി ഈ പ്രോഡക്റ്റിനെ പറ്റി പറയാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞത് ഫൈറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞ ക്യാപ്സൂള് തുടക്കത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ വൈഫിന് രാത്രി ഉറക്കമില്ല എന്ന് പറഞ്ഞ സമയത്ത് ഫൈറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞ ക്യാപ്സൂൾ, ഞാനും ഉറക്കമില്ല, കുറച്ച് ഉണ്ടാവുമല്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ ഫൈറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞ ക്യാപ്സൂൾ ഞാൻ ബോട്ടിൽ പൊട്ടിച്ചിട്ട് ഞാൻ വൈഫിന് കൊടുത്തു. വൈഫിനോട് പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതാ നോവേദന കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കഴിച്ചിട്ട് കാര്യമില്ല, ഉറക്കം കിട്ടൂല എന്നുള്ള വിശ്വാസത്തിലാണ് പറഞ്ഞത്. കാരണം അലോപ്പതി കഴിക്കുന്ന സമയത്ത് ഉറക്കം കിട്ടിയില്ല, പിന്നെ ഇത് കഴിച്ചാൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഇനി കഴിക്കേണ്ട ഏതായാലും ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് ഞാനത് എടുത്ത് കഴിച്ച്, മുന്നിൽ നിന്ന് തന്നെ പൊട്ടിച്ച് എടുത്ത് കഴിച്ച് വൈഫിന്റെ ബെഡ്റൂമിന്റെ മേശയിൽ തന്നെ അത് വെച്ച്. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് പറയുന്നത് വെച്ചാല്, അത് ഫൈറ്റ് സ്ട്രെസ്സും കഴിച്ച് നിങ്ങൾ മാത്രം അങ്ങനെ ഉറങ്ങണ്ട, എനിക്കും വേണമെന്നാ പറഞ്ഞത്. സംഭവിച്ചെന്താ വെച്ചാല്, ഞാൻ അറിയുന്നില്ല, ഞാൻ സുഖമായിട്ട് ഇത് കഴിച്ച് നേരത്തെ കഴിക്കും. ഒരു 7 മണിക്കൊക്കെ കഴിച്ചാല് ഒരു 8-8:30 ആകുമ്പോഴേക്കും അതിന്റെ എഫക്റ്റ് വരുന്ന സമയത്ത് നല്ല സുഖമായ ഉറക്കാണ്. അപ്പോ ഇത് ദേഷ്യം പിടിക്കുക, അതുപോലെ ടെൻഷൻ അടിക്കുക, ഇതിനൊക്കെ നല്ലതാണ്. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞ് ഇനിയൊരു കാര്യം ചെയ്ത ശേഷം ഫൈറ്റ് സ്ട്രെസ് എടുത്ത് കഴിച്ചോന്ന് പറഞ്ഞ്, അങ്ങനെ മോളും കഴിച്ച് നല്ല മനസ്സിന് നല്ല ഇതുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് ദേഷ്യം പിടിക്കുമ്പോൾ എന്നോട് പറയും, അച്ഛൻ ഫൈറ്റ് സ്ട്രെസ് എടുത്ത് കഴിച്ചോന്ന് പറയുന്നത് ദേഷ്യം പിടിക്കുമ്പോൾ. അപ്പോൾ ഒരു ഫാമിലിക്ക് മൊത്തം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മളെ കയ്യിലുള്ളത്, ഒരു ബിസിനസ് അവസരം നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ സ്വന്തം ഫാമിലിയിൽ മാത്രമല്ല, മറ്റ് ഫാമിലിയിൽ നമുക്ക് ഉപകാരപ്പെടാവുന്ന ഒരു പ്രോഡക്റ്റുകളാണ്. കാരണം ഇതിങ്ങനെ ഒരു കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഏത് കമ്പനിക്കാണുള്ളത്? നമ്മൾ അലോപ്പതി മരുന്ന് ഒരാള് ഭാര്യ മരുന്ന് വാങ്ങിക്കൊണ്ടാ ഭർത്താവ് കഴിക്കില്ലല്ലോ. അതുപോലെ തന്നെ ഭർത്താവിന് മരുന്ന് വാങ്ങിക്കൊണ്ടാ ഭാര്യ കഴിക്കില്ല. ഇവിടെ ഒരു കവചപ്രാശം പൊട്ടിച്ചു വെച്ചാല്, ഞങ്ങളെ കോവിഡിന്റെ സമയത്ത് ഒരു ബോട്ടിൽ പൊട്ടിച്ചു വെച്ചാൽ ചിലപ്പോൾ 10 ദിവസത്തേക്കൊക്കെ തേയുള്ളൂ, അല്ലെ 15 ദിവസം കൊണ്ട് തീരും. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കഴിക്കും. അപ്പൊ അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോ ഇന്നത്തെ ഈ 6:45 കാരണം എന്താ വെച്ചാല്, ഞാൻ കഴിഞ്ഞ 2 മീറ്റിങ്ങിലും 7:20 വരെ പോയി. ഇത് നമ്മളൊരു സ്ലൈഡ് വെച്ചിട്ട് ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് 1 ബൈ 1 ചിലപ്പോൾ നമുക്ക് പറഞ്ഞു വരുമ്പോൾ കിട്ടിയില്ല എന്ന് വരും. നമ്മൾ കുറച്ചങ്ങോട്ട് വഴുതി മാറിപ്പോവും. എന്നാലും മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് അനുവദിച്ച സമയം 6:45 ആണ്. അപ്പം മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു വരാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് ഞാനിവിടെ എൻ്റെ ഈ ഒരു പ്രസന്റേഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാത്രമല്ല, ഒരു